നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പോ നിങ്ങൾക്ക് സുസ്മിതയോട് പഴയ സ്നേഹം ഇല്ലേ? ഇപ്പോ അത്ര സ്നേഹമില്ല. കാരണം രോഹിത്തിന്റെ അപകട മരണത്തിന് കാരണം സുസ്മിതയാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെ. എന്റെ മകള് കോമയിൽ കിടക്കുന്നതിന് കാരണവും ഇവള് തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. മിലോഡ്, നോട്ട് ദിസ് പോയിന്റ്. ഈ രണ്ട് സംഭവങ്ങൾക്കും പിന്നിൽ സുസ്മിതയാണ് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാൻ കാരണം? പ്രധാനമായും പഞ്ചകൈലാസത്തിലെ CCTV ഫുട്ടേജുകൾ തന്നെ. അതിലെ സത്യം തെളിയിക്കാനാ നുണപരിശോധനയ്ക്ക് സുസ്മിത തയ്യാറായത്. പക്ഷേ അത് എന്നെ ബോധ്യപ്പെടുത്താനാണെന്ന് മനസ്സിലായത് അവള് നുണപരിശോധനയുടെ സമയത്ത് ഒരു കിഡ്നാപ്പിംഗ് നാടകം നടത്തിയപ്പോഴാ. അത് പൊളിഞ്ഞതിന് ശേഷം നുണപരിശോധനയിൽ ഹൃദയമിടിപ്പും പൾസും നിയന്ത്രിക്കുന്ന മരുന്നുകൾ കഴിച്ച് വീണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥരെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു. സുസ്മിത കുറ്റവാളിയാണെന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവ് എന്ത് വേണം? മിലോഡ്, നോട്ട് ദിസ് പോയിന്റ്. ഈ സുസ്മിത എവിടെയായിരുന്നു താമസം? എന്റെ വീട്ടിൽ. എത്ര കാലമായി? 1.5 വർഷത്തോളാവുന്നു. കൂട്ടുകാരിയുടെ മകൾ നിങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ എന്താണ് കാരണം? അവർക്ക് സ്വന്തമായിട്ട് വീടില്ലേ? ഉണ്ട്. പിന്നെ എന്റെ മകൻ വിഷ്ണുവിനെ ഇഷ്ടമായിരുന്നു സുസ്മിതയ്ക്ക്. അവരുടെ കുഞ്ഞുനാളിലെ ഞങ്ങൾ അമ്മമാര് തമ്മിൽ പറഞ്ഞുറപ്പിച്ചതാ അവരുടെ വിവാഹം. പിന്നീട് ആ പറഞ്ഞുറപ്പിച്ച വിവാഹം നടന്നില്ലല്ലോ. എന്തായിരുന്നു അതിന് കാരണം? വിഷ്ണുവിന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെൺകുട്ടി കടന്നു വന്നു. അവനവളെ വിവാഹം കഴിക്കേണ്ടതായും വന്നു. വിവാഹം കഴിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ വിഷ്ണുവിന് ആ പെൺകുട്ടി ഇഷ്ടമായിരുന്നില്ലേ? ഇഷ്ടമായിരുന്നു. അപ്പൊ പിന്നെ ആർക്കാണ് ഇഷ്ടമല്ലാതിരുന്നത്? നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടമല്ലായിരുന്നു എന്ന് ഞാൻ പറയും. വിഷ്ണുവിനെ കൊണ്ട് സുസ്മിതയെ വിവാഹം കഴിപ്പിക്കാമെന്ന് അവളുടെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതിനാൽ. Am I right? അതെ, ശരിയാണ്. ഈ സുസ്മിത എന്നു മുതലാണ് നിങ്ങളുടെ വീട്ടിൽ താമസം തുടങ്ങിയത്? ഐ മീൻ, അങ്ങനെ സ്ഥിരതാമസത്തിനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? വിഷ്ണുവുമായി സുസ്മിതയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാ. അതുമായി ബന്ധപ്പെട്ട് നാളുകൾക്ക് മുമ്പ് തന്നെ സുസ്മിത എന്റെ വീട്ടിലുണ്ടായിരുന്നു. സുസ്മിത വിഷ്ണുവിനെ വിവാഹ പന്തലിൽ കാത്തിരിക്കുമ്പോഴാണ് വിഷ്ണു മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നത്, അല്ലേ? അതെ. എന്താണ് ആ പെൺകുട്ടിയുടെ പേര്? ശാലിനി. വിഷ്ണുവും ശാലിനിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ടും ഈ സുസ്മിത നിങ്ങളുടെ വീട്ടിൽ തന്നെ തുടരാനുള്ള കാരണം എന്തായിരുന്നു? വിഷ്ണുവിന്റെ ജീവിതത്തിലേക്ക് പുതുതായി വന്ന ശാലിനി എന്ന പെൺകുട്ടിയെ ഏതെങ്കിലും വിധേന ഒഴിവാക്കാമെന്നും അങ്ങനെ കൂട്ടുകാരിക്ക് കൊടുത്ത വാക്ക് പാലിക്കാമെന്നും നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നോ? തെമ്മാടിത്തരം പറയരുത്. ഇത് കോടതിയാ സത്യാമ്മേ, മറുപടി പറഞ്ഞേ തീരൂ. വിഷ്ണുവിനേക്കാൾ കേമനായ ഒരാളെ കൊണ്ട് സുസ്മിതയെ വിവാഹം കഴിപ്പിക്കണം എന്നായിരുന്നു നിങ്ങൾ കരുതിയത്. എന്നാൽ വിവാഹം കഴിപ്പിച്ചത് സ്വന്തം വീട്ടിലെ ഡ്രൈവറെ കൊണ്ട്.
മിടുക്കനെന്ന് പറഞ്ഞ സാമ്പത്തിക നിലവാരം മാത്രമല്ല, വിദ്യാഭ്യാസം, സ്വഭാവം, സംസ്കാരം, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ സൽസ്വഭാവിയും സൽഗുണസമ്പന്നനുമായുള്ള പ്രതീക്ഷ വെക്കാവുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു രോഹിത്. തീർച്ചയായിട്ടും അതെ. യു മേ നോട്ട് ഡിസപ്പോയിന്റ് മീ ലോട്ട്. അല്ല, മറ്റെന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ രോഹിത് സുസ്മിത വിവാഹത്തിന് പിന്നിൽ? അവര് തമ്മിൽ സ്നേഹത്തിലായിരുന്നെന്നാ ഞാൻ ധരിച്ചത്. ധരിച്ചു എന്ന് പറഞ്ഞ ശരിക്കും അല്ലായിരുന്നു എന്നാണോ അർത്ഥം? വിവാഹത്തോടടുത്തപ്പോഴാ അക്കാര്യത്തിൽ എനിക്കൊരു സംശയം തോന്നിയത്. ആ വിവാഹം ഇഷ്ടമില്ലാത്തതുപോലെ ചില പെരുമാറ്റങ്ങൾ സുസ്മിതയുടെ ഭാഗത്തുനിന്നുണ്ടായി. എന്നിട്ടും ആ വിവാഹം നടന്നു. അതെ. വിവാഹത്തിന് ശേഷം എങ്ങനെയായിരുന്നു ഈ സുസ്മിതയുടെ പെരുമാറ്റം? ഭർത്തൃമാതാവ്, വീട്ടിലെ ചുറ്റുപാടുകളൊക്കെ ഇഷ്ടപ്പെട്ടോ സുസ്മിതയ്ക്ക്? തീരെ ഇഷ്ടമായിരുന്നില്ല. പിന്നീട് എങ്ങനെയാണ് ആ ബന്ധം മുന്നോട്ടേക്ക് പോയത്? പല കാരണങ്ങൾ പറഞ്ഞ് മിക്കപ്പോഴും സുസ്മിത എന്റെ വീട്ടിൽ തന്നെയായിരുന്നു. രോഹിത്തിനെ പറ്റി മിക്കവാറും അവള് പരാതി പറയാറുമുണ്ട്. ആ പരാതികൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളാണ് അല്പം മുമ്പ് രോഹിത് സൽസ്വഭാവിയും സൽഗുണ സമ്പന്നനുമാണെന്ന് പറഞ്ഞത്. അതുപോലൊരു വിവാഹബന്ധത്തിൽ ഒത്തുപോകാനാവില്ലെന്ന് വന്നാൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് സുസ്മിതയായിരിക്കില്ലേ? ആയിരിക്കാം. മിലോഡ്, നോട്ട് ദിസ് പോയിന്റ്. ഇതിനിടയിലാണ് അവരുടെ പഞ്ചകൈലാസ യാത്ര, അല്ലേ? അതെ. അവർക്കിടയിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മഞ്ഞുരുകട്ടെ എന്ന് ഞാനും കരുതി. മിലോഡ്, ദിസ് കേസ് ഈസ് ക്രിസ്റ്റൽ ക്ലിയർ. കൂടുതൽ വാദങ്ങളുടെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കുഞ്ഞുനാൾ മുതൽ ഒരു പുരുഷനെ മാത്രം മനസ്സിൽ സൂക്ഷിച്ച് വളർന്നു വന്നൊരു പെൺകുട്ടി. അവളുടെ മനസ്സിൽ അന്നും ഇന്നും എന്നും അയാൾ മാത്രമേ ഉള്ളൂ. രോഹിത്തിനോടുള്ള പ്രേമം അവളെ സംബന്ധിച്ച് വെറും ഒരു ടൈം പാസ് മാത്രമായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.